ഹോസ്തൃക പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് മടിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്ത് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് സോഷ്യൽ പോലീസിംഗ് ഡിവിഷന്റെ ഭാഗമായുള്ള ഹോസ്തൃക പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് മടിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയത്. മടിക്കൈ സ്കൂളിന് പുറമെ ഹോസ്തൃക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മാവുങ്കാൽ രാംനഗറിലെ സ്വാമി രാംദാസ് മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ SPC കേഡറ്റുകളുമാണ് ഒരേ വേദിയിൽ വെച്ച് പാസിംഗ് ഔട്ട് പരേഡ് നടത്തിയത്. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്ത് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു. ഏറ്റവും അനുഭവമായ സംഭാവനയാണ് ഭാവിയുടെ രത്നങ്ങളായ SPCയുടെ കർമ്മധീരനായി കേഡറ്റുകളെ ഓരോരുത്തരെയും വീക്ഷിച്ചുകൊണ്ട് വിശിഷ്ടാവധി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നൂറ്റാണ്ടിന്റെ യുവസമൂഹമായി പരിശീലിത സമൂഹത്തെ നമുക്കും ഒപ്പം ചേർന്ന് അഭിവാദ്യം ചെയ്യാം. ഈ മാർച്ച് പാസ്റ്റ് സ്വീകരിക്കുന്നത് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മടിക്കയിലെ സുധേഷ് സുനിൽ നയിക്കുന്ന ആദ്യ പ്ലറ്റൂണാണ് അഭിവാദ്യം സ്വീകരിച്ച് സില്ലയെ നയിക്കുന്ന രണ്ടാമത്തെ പ്ലറ്റൂണാണ് അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട് ഡയസിന് മുന്നിൽ കൂടി മൂന്നാമത്തെ പ്ലറ്റൂണാണ് അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട് ഈ ഡയസിന് മുന്നിൽ കൂടി കടന്നു പോകുന്നത്. പ്ലറ്റൂണാണ് വിശിഷ്ടാതിൽ നിന്നും സല്യൂട്ട് സ്വീകരിച്ചുകൊണ്ട് കടന്നു പോകുന്നത്. രാംനഗർ സ്കൂളിലെ P. ദേവിക മുരളി പരേഡ് നയിച്ചു. മടിക്കൈ സ്കൂളിലെ P. ദിൽന അണ്ടർ കമാൻഡറായി. 6 പ്ലാറ്റൂണുകൾ അണിനിരന്ന പരേഡ് മടിക്കൈ നിവാസികൾക്ക് പുതിയ അനുഭവമായി മാറി. 2010 ആഗസ്റ്റ് 2 കേരളത്തിലെ ചുരുക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, ചുരുക്കം സ്കൂളുകളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി നടപ്പിലാക്കി. അന്ന് സ്റ്റുഡന്റ് പോലീസ് പദ്ധതി നടപ്പിലാക്കുമ്പോൾ വിദ്യാലയ അധികൃതർക്കും അതുപോലെ തന്നെ രക്ഷകർത്താക്കൾക്കും വലിയ ആശങ്കയായിരുന്നു. കാരണം പരേഡ്, ഇൻഡോർ ക്ലാസ്, അതുപോലുള്ള കമ്മ്യൂണിറ്റി സർവീസ് തുടങ്ങിയ പദ്ധതികളിലൊക്കെ വിദ്യാർത്ഥികൾ മാറിപ്പോകുമ്പോൾ ഇത് അവരുടെ വിദ്യാഭ്യാസത്തെ പ്രതികൂലമായി ബാധിക്കും എന്നും അവർ ഇത്തരം കാര്യങ്ങൾ മുന്നിട്ട് നിൽക്കുകയും അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ അവർ പുറകോട്ട് മാറി നിൽക്കും എന്നുള്ളൊരു ആശങ്ക അന്ന് രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും വിദ്യാലയവുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കെല്ലാം തോന്നിയെങ്കിലും ഇന്ന് ആ ചിത്രം മാറിയിരിക്കുകയാണ്. ഇതിന്റെ തുടക്കകാലത്ത് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ പോലീസ് നേരിട്ടു. പക്ഷേ ഇന്ന് ഓരോ വർഷവും വിദ്യാലയങ്ങളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ടുകൊണ്ടുള്ള പരസ്യം, അങ്ങനെ ഒരു അറിയിപ്പ് കൊടുക്കുമ്പോൾ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഞങ്ങളുടെ വിദ്യാലയത്തിന് സ്റ്റുഡന്റ് പോലീസ് പദ്ധതി അനുവദിച്ചു തരണം എന്ന് പറയുന്നു എന്നുള്ളതാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് SN സരിത മുഖ്യാതിഥിയായി എത്തി. സബ് ഇൻസ്പെക്ടർ MTP സൈഫുദ്ദീൻ കേഡറ്റുകൾക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കും അധ്യാപകർക്കും ഒപ്പം എല്ലാ കേഡറ്റുകൾക്കും ഉപഹാരങ്ങളും സമ്മാനിച്ചു. ഹോസ്തൃക ഇൻസ്പെക്ടർ P. അജിത് കുമാർ, മടിക്കൈ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T. രാജൻ, വാർഡ് മെമ്പർ N. ബാലകൃഷ്ണൻ, ഹോസ്തൃക സബ് ഇൻസ്പെക്ടർ T. അഖിൽ, SPC ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ T. തമ്പാൻ, PTA പ്രസിഡന്റുമാരായ M. പത്മനാഭൻ, KP മോഹനൻ, രവീന്ദ്രൻ മാവുങ്കാൽ, പ്രിൻസിപ്പൽമാരായ AK. വിനോദ് കുമാർ, MK. ദീപ, ഡോക്ടർ AV. സുരേഷ് ബാബു, പ്രധാനാധ്യാപകരായ K. രവീന്ദ്രൻ, MP. രാജേഷ്, CK. സുനിതാദേവി എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.